ഹലോ വ്യൂവേഴ്സ്, പുലാക്കാട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്ന റവ കൊണ്ടുള്ള നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണിത്. നല്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണിത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ, ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് ഞാൻ എലൈറ്റിൻ്റെ റവയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് വറുത്ത റവയാണ്. അതിപ്പോൾ വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല. ഒരു കപ്പ് റവയ്ക്ക് ഒരു 3/4 കപ്പ് തൈര്, അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവാള ചെറുതാക്കി നുറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കരിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് സോഡ ഒരു 1/4 സ്പൂണ് എടുത്തിട്ടുണ്ട്. ഇത്ര സാധനമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. പിന്നെ കുറച്ച് എണ്ണയും വേണം. ഞാൻ ഇതിൽ ഇവിടെ വെളിച്ചെണ്ണയാണ്, സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. പിന്നെ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ബൗളെടുത്തു. അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുത്തു. അതിലേക്ക് നമുക്ക് ഈ തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിന് ഏറ്റവും നല്ലത്. പിന്നെ അതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് സ്പൂണോണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്പൂണോണ്ട് അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ അത് സ്പൂണോണ്ടാണ് മിക്സ് ചെയ്യണമെന്ന് മാത്രം. ഇനിയിപ്പോൾ അതിൽ തൈര് കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി കൂട്ടാം. നമ്മൾ പുളി അധികം ഇല്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ചമ്മന്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതിലേക്ക് നമുക്ക് സവോള, പെരിഞ്ജീരകം, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല ഒന്നിങ്ങനെ കഷ്ണാക്കിയിട്ട് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയുടെ ഇല ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിയുടെ ഇല എടുക്കാതിരുന്നത്. അത് നല്ലൊരു ഇതാണ് മല്ലിയുടെ ഇലയും കൂടി എടുത്താൽ. പിന്നെ അതിലേക്ക് നമുക്ക് നല്ല ചൂടായ എണ്ണയില്ലേ, അതും കൂടി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്നും കൂടി കൈ കൊണ്ട് ഒന്നും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പുണ്ടോയെന്ന് നമ്മൾ നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണം. ഇപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ മാവിൻ്റെ പരുവം കണ്ടില്ലേ, ഇതേമാതിരിയാണ് അത്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്ക് സ്പൂൺ കൊണ്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് എണ്ണ ചൂടാവാനായിട്ട് ഞാൻ കുറച്ചൊന്ന് ഇട്ട് നോക്കിയതാട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കത് ഉണ്ടാക്കി എടുക്കാം. സ്പൂൺ കൊണ്ട് നമുക്കിങ്ങനെ കുറേശ്ശെയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേമാതിരി കണ്ടില്ലേ, ബ്രൗൺ കളറായി. നല്ല പോലെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് വാങ്ങാവുന്നതാണ്. ഇനി നമുക്കിത് വാങ്ങിയെടുക്കാം നല്ല ബ്രൗൺ കളറാകുമ്പോൾ. ഇനി നമുക്ക് ബാക്കിയുള്ളത് അതേമാതിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.
അപ്പോൾ നമ്മുടെ റവ സ്നാക്ക് റെഡിയായി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇത് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണിത്. ഇത് സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്